ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. ചെമ്മീൻ ഫ്രൈ ചെയ്ത ശേഷം അടിപൊളിയായിട്ട് എങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് 1/2 കിലോ ചെമ്മീനിലാണ്. 1/2 കിലോ വാങ്ങിയ ചെമ്മീൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളതാണിത്. അപ്പോൾ മുളകും മഞ്ഞളും ഉപ്പും മാത്രം പുരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത്, ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. മുളകും മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടാൽ മതി. ഇപ്പം ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് നമ്മൾ സാധാരണ മീൻ എങ്ങനെയാണ് പൊരിക്കുക, നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് പൊരിക്കില്ല, അതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. വളരെ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി. ഒരുപാട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിംഗ് എല്ലാം, ഈ മസാല എല്ലാം എണ്ണയിൽ പോവും. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് 2 ബാച്ചസ് ആയിട്ടാണ് ചെയ്തത്. 1/2 കിലോ ഉള്ളതുകൊണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് മസാല ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, രണ്ടും ഓരോ ടീസ്പൂൺ വീതമുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം പോരാ, കളറൊക്കെ ഒന്ന് മാറി വരണം. നല്ലൊരു സ്മെല്ലും വരുമ്പോൾ നമ്മൾ പച്ചമുളക് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ബ്രൗൺ കളറാവണം. അതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് 2 സവാള ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. സ്ലൈസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മീഡിയം സൈസ് ആയതുകൊണ്ട് 2 എടുത്ത്, വലുതാണെങ്കിൽ 1 മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. കാരണം നമ്മൾ മസാലയിലേക്കുള്ള മാത്രം ഉപ്പിട്ടാൽ മതി. ചെമ്മീനിലേക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോൾ, ഫ്രൈ ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി സവാള നന്നായിട്ട് ഇതുപോലെ ബ്രൗൺ കളറായിട്ട്, ഒരു ഗോൾഡൻ കളറായിട്ട് വരണം. വെറുതെ വാടി വന്നാൽ മാത്രം പോരാ, ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ 1 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്ര ഇട്ടിട്ട് ഒന്ന് ആ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തന്നെ നല്ലൊരു സ്മെല്ല് വരും മസാലപ്പൊടികളെല്ലാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി മിക്സിയിൽ അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ അരച്ചതാണ്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കുക, കാരണം നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കണില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് എണ്ണ ഒന്നിങ്ങനെ തെളിഞ്ഞ് വരണം. വെള്ളമൊക്കെ വറ്റിയതാ ഈ ഒരു പരുവത്തിൽ ആയി വരണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ എടുത്തതാണ്. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം, ഒരു 4 ടേബിൾ സ്പൂണൊക്കെ മാക്സിമം ഒഴിച്ചാൽ മതി. ഇപ്പോൾ അതും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ചെമ്മീൻ ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോവും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വയ്ക്കുക. നമ്മളിപ്പോൾ ഇതിൽ പുളി ചേർത്തിട്ടില്ല. തക്കാളിക്ക് പകരം പുളി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. തക്കാളിയുടെ കൂടെയും കുറച്ച് പുളി ചേർക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പൊതിഞ്ഞ പരുവത്തിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പ്, കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ അതൊരു സെർവ് ചെയ്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അടിപൊളി ടേസ്റ്റാണ്. എപ്പോഴെങ്കിലുമൊക്കെ ചെമ്മീൻ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.